ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡസ്റ്റർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടാമല്ലോ. ഇതെൻ്റെ പണിയായുധങ്ങൾ വെക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് നിന്നാണ് ഞാൻ സ്കെയില്, ടേപ്പ് അങ്ങനെയുള്ള ചോക്ക ഐറ്റംസ് എല്ലാം എടുത്തു. ഇത് നമ്മുടെ കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഡസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോട്ടൻ്റെ ഈ തുണിയെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിനകത്ത് നിന്ന് കേട്ടോ. ഇത് നേരത്തെ തയ്ച്ചതിൻ്റെ ബാക്കി ഒരു തുണിയുടെ ബാക്കി വന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണിക്കുന്നതാണ് എൻ്റെ നീളം, ഇങ്ങനെ കാണിക്കുന്നതാണ് എൻ്റെ വീതി. അപ്പോൾ തുണിയുടെ നീളവും വീതി എടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഓർത്തിരിക്കാമെങ്കിൽ എളുപ്പമാവും. എന്നിട്ട് അതിനെ ഞാൻ 6 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയായിട്ട് കട്ട് ചെയ്തെടുത്തു, 2 പീസ്. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്ത് വേണം നമുക്ക് തയ്ക്കാൻ. ഇത് ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 1.5 ഇഞ്ച് നീളത്തിൽ വീതിയിൽ, നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കും, ഒരു 10 വേണമെന്നില്ല, കുറച്ച് നീളം മതി. കാരണം നമുക്ക് ഈ ഡസ്റ്ററിൽ ഇങ്ങനെ ഹാങ് ചെയ്യാനൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വീതി ഒരു 1.5 ഇഞ്ച് വേണം. നീളം നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് നീളം വേണ്ടി എടുക്കാം. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 12 ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 10 ഇഞ്ചിന് മുകളിലുണ്ട് ഞാനെടുത്ത് നീളം. അതിങ്ങനെ മടക്കി അതിനകത്ത് വെച്ച് തയ്ച്ച് വെക്കാനാണ്. അപ്പം കുറച്ചുകൂടെ കുറയും, 10 എന്നുള്ളത് 5 ആവും 10 എടുക്കുവാണെങ്കിൽ. അങ്ങനെ അതിനെ കട്ട് ചെയ്തെടുത്തു. ആധികാരികമായിട്ട് തയ്യലിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്ര അറിയത്തില്ല, എങ്കിലും പിന്നെ നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റണ്ടാണോ, അങ്ങനെയുള്ളത് മാത്രമാണ് ഈ വീഡിയോ. അതല്ലാതെ നിങ്ങൾക്ക് ആധികാരികമായി തയ്യൽ പഠിക്കാനുള്ള ഒരു വീഡിയോ അല്ല ഇത് കേട്ടോ. ഇതെൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തം, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് 12 ഇഞ്ചോളം ഉണ്ട് അത് നീളം, ആ ക്ലോത്തിൻ്റെ നീളം അത്രയുണ്ട്. ബാക്കി തുണി നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ അങ്ങ് ഒന്ന് മടക്കി ഒന്ന് അടിച്ചെടുക്കാം. മടക്കി അടിച്ചിടുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. ഇതിനെ ഒന്ന് മടക്കി അടിച്ചെടുക്കാമേ. ഒന്ന് മടക്കി അടിക്കാം. ഇതിപ്പോൾ നമ്മുടെ മോട്ടർ വെച്ചിട്ടുള്ള മിഷനല്ല, അതല്ലാതെ നമ്മൾ ചവിട്ടി തന്നെ എടുക്കുന്ന കേട്ടോ, എടുക്കുന്ന മിഷനാണ്, ചവിട്ടി അടിക്കുന്ന മിഷനാണ്, മറ്റ് മോട്ടർ വെച്ചിട്ടുള്ളതല്ല. ചവിട്ടുന്ന മിഷനിലൊരു പ്രത്യേക സുഖമാണ്. എന്നും വിചാരിക്കും വീഡിയോ ഇടണം, പക്ഷെ നടക്കത്തില്ലടോ, മറന്നു പോകുന്നതല്ല, നമുക്കതിന് മാത്രം സമയമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് സമയം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് സമയം കിട്ടത്തില്ല. അത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇത് ഞാനത് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ തുണിയെ നല്ല വശവും കൊണ്ട് ചേർത്ത് വെച്ചിട്ട് 3 സൈഡും നമുക്ക് അതിൻ്റെ അടിക്കണം. 4ാമത്തെ സൈഡിൻ്റെ ഒരു പകുതി വരെ അടിക്കാവൂ, ബാക്കി ഭാഗം അടിക്കരുത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ അതിനെ തയ്ച്ചെടുക്കണം. അതിൻ്റെ ഒരു 3 സൈഡും നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4ാമത്തെ ഒരു സൈഡ് മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കണം, നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയാണ്. ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഒരു 4 ഇഞ്ചൊക്കെ മതിയാവും ലാസ്റ്റ് അവിടെ ഒരു വീതി. ബാക്കി ഫുള്ള് നമുക്ക് അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് അങ്ങ് തയ്ക്കാം. അപ്പം ഞാൻ അങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, 3 വശം തയ്ച്ചു. ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ഒരു വശത്തിൻ്റെ മാത്രം പകുതിയെ തയ്ച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടാം, നല്ല വശത്തേക്ക് തിരിച്ചിടാം. നല്ലപോലെ അതിൻ്റെ ആ തുണി എടുത്തെടുത്ത് കൊടുക്കാമെങ്കിൽ നല്ലതായിട്ട് അതിൻ്റെ നമ്മൾ തയ്ച്ച ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് കിട്ടും കേട്ടോ. അതിനെ തിരിച്ചിടണം, ഇങ്ങനെ തിരിച്ചിടണം. ഇനി നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് തുണികളുണ്ടല്ലോ, കുഞ്ഞു വേസ്റ്റ് തുണികൾ, അത് കുറച്ച് നമുക്ക് വേണം. ആ വേസ്റ്റ് തുണികളല്ലാണ്ട് പറക്കി നമുക്ക് ഇതിനകം നിറയ്ക്കണം. അതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. പിന്നെ നല്ലതായിട്ട് തിരിച്ചിടണം, നല്ല ഭംഗിയിൽ നമ്മൾ അതിൻ്റെ ആ മൂലകളെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ തിരിച്ചിടണം.
ഞാൻ അതേ കുറേ വേസ്റ്റ് തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വേസ്റ്റ് തുണികളെയെല്ലാം നമ്മൾ ഒന്ന് ചെറുതാക്കി, കാരണം അത് നേരെ അതിനകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്നൊന്ന് ചുരുട്ടി അതിനകത്തേക്ക് നിറയ്ക്കണം. ഞാൻ വിചാരിച്ചത് ഒത്തിരി തുണി ഉണ്ടാവും, ഇത് ഫുള്ളിനകത്ത് കയറത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഫുള്ളിനകത്ത് കയറി. ഞാൻ ആ എടുത്ത അത്രയും തുണികളും അതിനകത്ത് കയറുമായിരുന്നു. ഇനി ചുരുട്ടി 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 വെച്ചതുകൊണ്ടാവാം. അപ്പോൾ കുറച്ച് ഡസ്റ്ററിനായാലും നല്ലൊരു പിടുത്തം കിട്ടും, മറ്റേ അല്ലെങ്കിൽ കുറച്ച് ലൂസായിരിക്കും. അങ്ങനെ ഇത് ഫുള്ളും ഇതിനകത്തേക്ക് നിറച്ച് വെക്കണം കേട്ടോ. സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. നമുക്ക് ഈ സ്പോഞ്ചൊക്കെ കിട്ടുന്നതാണെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് അത്, പക്ഷേ അതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടാവും. എന്നാലും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കും. അങ്ങനെ ഫുൾ അതിനകത്താക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വള്ളി ഉണ്ടല്ലോ, നമ്മളൊരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കണം. ഇത് കണ്ടോ, ഇത് ഫുള്ളതിനകത്ത് നിറഞ്ഞു. ഞാൻ ആ എടുത്ത അത്രയും തുണികളും ഇതിനകത്ത് നിറഞ്ഞു. ഇനി ആ നമ്മളൊക്കെ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന ആ തുണി ഇങ്ങനെ ആക്കി വേണം നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്ത് വേണം തയ്ച്ച് പോകാൻ. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേട്ട് നമ്മൾ ഈ ഹാങ്ങിങ് കൂടെ ഒരു മുകളിലോട്ട് മാറ്റി വെക്കണം, വെച്ചിട്ട് തയ്ക്കണം. ഇതാക്കണ്ടോ, അങ്ങനെ വെച്ച് അത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നൂല് ഞാൻ വെള്ള നൂലിട്ടാട്ടോ തയ്ക്കുന്നത്. നിങ്ങൾ തയ്ക്കുമ്പോൾ നല്ല നൂലൊക്കെ കളറൊക്കെ നോക്കി തയ്ച്ചു. ഇതിപ്പം വേറെ നൂല് ഇനി മാറണ്ടേ, പിന്നെ എൻ്റെ ഈ കളർ നൂലില്ലാതാണ്. അപ്പോൾ പിന്നെ വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതിട്ടങ്ങ് അടിക്കുക. ഇതേ കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്ക് കൊടുക്കുക തയ്ച്ച്. ഇനി കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുട്ടപ്പനാക്കി എടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നും കേട്ടോ, നല്ല ഭംഗിയായത് കണ്ടോ. നമ്മൾ എന്ത് പെട്ടെന്ന് നമ്മളൊരു ഡസ്റ്റർ തയ്ച്ചെടുത്ത് ആദ്യമായിട്ട് ഈ തയ്യലൊക്കെ പഠിക്കുന്നവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് വളരെ വളരെ നന്ദി. അപ്പോൾ ടാറ്റാ ബൈ ബൈ.